സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ ഉള്ളത്. എന്നാലും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സ്റ്റാഫ് നഴ്സ് PSC DHSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് എനിക്ക് നെറ്റ്വർക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്നലെ അവിടെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി പീസ്ഫുള്ളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കിട്ടാനാണ് ഇതുപോലൊരു സാഹചര്യത്തിൽ വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ക്യാമറമാനായിട്ട് വിഷ്ണുവാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് DHS സ്റ്റാഫ് നഴ്സ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് എന്നോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടുകൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഡൗട്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? 2, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3, റിസർവേഷൻ ഇല്ലാത്തവർ ഏത് ജില്ല തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്? 4, റിസർവേഷൻ ഉള്ളവർ ഏത് ജില്ല തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്? 5, ഓരോ ജില്ലയ്ക്കും എത്ര വേക്കൻസിയാണ് വരാൻ സാധ്യതയുള്ളത്? 6, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? 7, എത്ര മാർക്ക് മേടിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം? 8, എത്ര മാർക്ക് മേടിച്ചാൽ ജോലി കിട്ടും? 9, എങ്ങനെയാണ് പഠിക്കേണ്ടത്? എവിടെ പോയി പഠിക്കണം? ഏത് ബുക്ക് പഠിക്കണം? 10, ഞാനിപ്പോൾ വിദേശത്താണ്, എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് വരാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും ഡൗട്ടുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഡൗട്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഗൂഗിളിൽ നമ്മൾ കേരള PSC സൈറ്റ് എടുക്കുകയാണെങ്കിൽ 2 സൈറ്റുകൾ കാണാം. ഒന്ന് kerala.psc.gov.in, രണ്ടാമത്തത് tulasi.psc.kerala.gov.in. അപ്പോൾ തുളസി എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതും അതുവഴി നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് കിട്ടും. ആ പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പലരും മുമ്പ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർ വീണ്ടും പ്രൊഫൈൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് പോലെ വാട്സപ്പ് പോലെ വീണ്ടും പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പോലെ PSC പ്രൊഫൈൽ ഉണ്ടാക്കരുത്. ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ജില്ലാ PSC ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളത് റീസെറ്റ് ചെയ്ത് കിട്ടും. ഇല്ലെങ്കിൽ PSCയുടെ കോൾ സെൻറ്റർ നമ്പറിൽ ഞാൻ ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു റീസെറ്റ് ചെയ്ത് തരും. അതായത് ഒരിക്കലും വീണ്ടും പ്രൊഫൈൽ ഉണ്ടാക്കി വീണ്ടും അപ്ലൈ ചെയ്യരുത്. അതൊക്കെ ഫ്രോഡ് ആക്ടിവിറ്റി ആയിട്ട് കണക്ക് കൂട്ടി ചിലപ്പോൾ നിങ്ങളെ ഡീവാർ ചെയ്യാൻ വരെ സാധ്യത. രണ്ടാമത്തെ ഡൗട്ട്, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് PSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കണം. അതായത് അതിനകത്തുള്ള ഏജ്, അടിസ്ഥാന യോഗ്യതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സ്റ്റാഫ് നഴ്സിനെ സംബന്ധിച്ചിടത്തോളം BS നഴ്സിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, ജനറൽ നഴ്സിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ +2 എന്ന് പറയുന്നത് സയൻസ് വിഷയം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതായത് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. മുമ്പ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയൊരു സമയത്ത് കൊമേഴ്സുകാർക്കും അതായത് +2 കൊമേഴ്സ് പഠിച്ചവർക്കും സ്റ്റാഫ് നഴ്സ് അപ്ലൈ ചെയ്യാം എന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിനുള്ള നോട്ടിഫിക്കേഷൻ ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അത് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം +2-ൽ സയൻസ് വിഷയങ്ങൾ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എത്തുന്ന ഇതേപോലൊരു പ്രൊഫൈലായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് മൈ പ്രൊഫൈലും നോട്ടിഫിക്കേഷൻസും കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മൈ പ്രൊഫൈൽ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ പ്രൊഫൈൽ ഹോം എന്നുള്ളതിനകത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എടുക്കുക. എന്നിട്ട് ആ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തേക്കുന്നത് കറക്റ്റാണോ നോക്കുക. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനാണ്. നിങ്ങൾ കേരളത്തിന് വെളിയിൽ പഠിച്ചാലും കേരളത്തിനുള്ളിൽ പഠിച്ചാലും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കേരള PSCയിൽ സ്റ്റാഫ് നഴ്സിന് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് 5 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി 5 വർഷത്തിനുള്ളിൽ 5 വർഷം കഴിഞ്ഞ് നിങ്ങളത് പുതുക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. പുതിയ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണമെന്നില്ല. നിങ്ങൾ പുതുക്കാൻ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ നമ്പർ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കുക. അതിൻ്റെ വാലിഡിറ്റി മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് എന്നുള്ളടത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് മാത്രമേ അപ്ലൈ ആവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വാലിഡ് അല്ലായിരുന്നു പറഞ്ഞിട്ട് നിങ്ങളെ വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്ത് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും 2 ആണെങ്കിൽ അത് 2ആയിട്ട് തന്നെ കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളടത്ത് നിങ്ങളുടെ സ്വന്തം വീട് വയ്ക്കാം. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുള്ളടത്ത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. മൊബൈൽ ഫോൺ എന്നുള്ളടത്ത് നിങ്ങളുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. കാരണം അതിലേക്കായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും മെസ്സേജൊക്കെ വരുന്നത്, എക്സാം ഡേറ്റും അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ്, എംപ്ലോയ്മെൻറ്റ് എന്നുള്ളടത്ത് നിങ്ങൾ ഡീറ്റെയിൽസ്
ആഡ് ചെയ്യാതിരിക്കുക എന്നാണ് നല്ലത്. നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം അതിൽ എൻട്രി ചെയ്തിട്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലോ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ ഈ ഡീറ്റെയിൽസ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാനാണ് സാധ്യത. ഈ ഇത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ അഡീഷണൽ ബെനിഫിറ്റ്സും കിട്ടാൻ പോകുന്നില്ല. പോസ്റ്റിങ്ങിലോ ശമ്പളത്തിലോ യാതൊരു പ്രിഫറൻസും കിട്ടാൻ പോകുന്നില്ല. ഫോട്ടോഗ്രാഫോ സിഗ്നേച്ചറോ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. ഡിക്ലറേഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പ്രൊഫൈലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണോ ഇല്ലയോ എന്നുള്ള എസ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് PH റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കൊടുക്കുക. സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡിക്ലറേഷനിൽ കൊടുക്കുക. ഈ ഡിക്ലറേഷൻ കൊടുക്കാതെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് PHൻ്റെ ഡിസബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും പ്രൊഫൈൽ എടുത്തിട്ട് നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. ഒരിക്കലും ബാക്ക് സ്പേസോ അല്ലെങ്കിൽ ബാക്ക് എടുക്കരുത്. പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുള്ള ബാക്കിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൾട്ടിപ്പിൾ യൂസർ ആക്സസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ഇതെല്ലാം റീഫ്രഷ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നേന്ന് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ബാക്ക് സ്പേസ് എടുക്കാതിരിക്കാൻ നോക്കുക. അല്ലാതെ അതിൽ കൊടുത്തിട്ടുള്ള ബാക്ക് മാത്രം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ സ്റ്റേറ്റ് വേർഡ് ജനറലും ഡിസ്ട്രിക്ട് വേർഡ് ജനറലും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാണാം. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് വേർഡ് ജനറൽ എന്നുള്ളതിലാണ് നമുക്ക് ഈ DHS സ്റ്റാഫ് നേഴ്സ് അപ്ലൈ ചെയ്യാനുള്ളത്. ഡിസ്ട്രിക്ട് വൈഡ് ജനറൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ കാണാം. 418/2019 ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. അതിൽ ഡോക്യുമെൻ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ബേസിക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിനുശേഷം ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളടത്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ നൗ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫൈൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നെലിജിബിൾ എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇന്നെലിജിബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നെലിജിബിൾ എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് റെക്ടിഫൈ ചെയ്ത് ഇപ്പോൾ ഡിക്ലറേഷൻ ആഡ് ചെയ്യാനാണെങ്കിൽ അത് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ അപ്ലൈ നൗ എന്ന് കാണിക്കും. അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ 10 ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് കാണാം. അതായത് +2 സയൻസ്, BSc നഴ്സിംഗ്, രജിസ്ട്രേഷൻ വിത്ത് KNC. അപ്പം ഈ ഒരു പ്രൊഫൈലിൽ ഇത് ആദ്യത്തെ 3 ടിക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അല്ല നിങ്ങൾ പ്രീ ഡിഗ്രി പഠിച്ചാണെങ്കിൽ പ്രീ ഡിഗ്രി എന്നുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. VHSC ആണെങ്കിൽ അങ്ങനെ, +2 സയൻസ് വിത്ത് GNM ആണെങ്കിൽ അങ്ങനെ 10 രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് കാണാം. ഇതിലേതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു പേജിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഫോട്ടോയ്ക്ക് താഴെ ഡേറ്റും പേരും കറക്റ്റായിട്ട് കാണാം. അതേപോലെ തന്നെ ആ ഫോട്ടോയിൽ കാണുന്ന അതേ പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഡേറ്റും അതേപോലെ എൻ്റർ ചെയ്യുക. സിഗ്നേച്ചർ കൊടുത്തിട്ടുള്ളത് കറക്റ്റാണെന്ന് നോക്കുക. എന്നിട്ട് 4 ബട്ടൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക, ടിക്ക് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ പോവുക. അടുത്ത സെക്ഷനിൽ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റ് വേണം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 14 ഡിസ്ട്രിക്റ്റുകളും കാണിക്കുന്നതിൽ ഏതാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടം ഏതാണ് എന്നുള്ള ഡിസ്ട്രിക്റ്റ് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്ന ജില്ലയിൽ പോയി പരീക്ഷ എഴുതണമെന്നൊരു റൂളും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം താമസിക്കുന്ന സ്ഥലം തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം കൊടുക്കാം, അല്ലെങ്കിൽ ആലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴ കൊടുക്കാം. അതിലേത് താലൂക്കാണ് നമ്മൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ പോസ്റ്റിന് നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം. പ്രിവ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കി തന്നെ എൻ്റർ ചെയ്യുക. നമ്മൾ എൻ്റർ ചെയ്താൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ഉള്ള അവസരമാണ്. ഇത് പ്രിവ്യൂ കണ്ടതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എൻട്രിയാണ്. അതെല്ലാം കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ടിക്ക് കൊടുത്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ കൺഫേം ആയോ എന്നുള്ളത് നമുക്ക് അടുത്ത പേജിൽ കാണാൻ സാധിക്കും. ഫോൺ നമ്പർ കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കതിൽ SMS വരും. എന്തായാലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്പർ കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ മെസ്സേജ് വരുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഡൗട്ട്, റിസർവേഷൻ ഇല്ലാത്തവർക്ക് ഏത് ജില്ലയാണ് നല്ലത്?
സാധാരണ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുമ്പോഴത്തേക്കും നമ്മൾ പറയാറുള്ളത് നിയമനം കൂടുതൽ നടക്കുന്ന ജില്ലകൾ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. കാരണം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ ഇങ്ങനെയൊക്കെയുള്ള ജില്ലകളാണ് സാധാരണ ലിസ്റ്റുകളിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരോടും ഉപദേശിക്കാറുണ്ട്, നിയമനം കൂടുതൽ നടക്കുന്ന ജില്ലകൾ അപ്ലൈ ചെയ്യുന്നതാണ് റിസർവേഷൻ ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ നല്ലതെന്ന്. കാരണം കൂടുതൽ സ്ഥാപനങ്ങൾ അവിടെയാണുള്ളത്, അതുകൊണ്ട് കൂടുതൽ വേക്കൻസികൾ അവിടെ വരും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ സ്റ്റാഫ് നേഴ്സ് PSC വിളിച്ചപ്പോഴും നമ്മൾ ഇതേപോലെയാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇന്ന ജില്ല നിങ്ങൾ അപ്ലൈ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളൊരു ജില്ല അപ്ലൈ ചെയ്തതിന് ശേഷം നാളെ ഒരു സമയത്ത് ആ ജില്ലയിൽ നിയമനങ്ങൾ കുറയുകയാണെങ്കിൽ പറയും അന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തത്, പക്ഷേ എനിക്കതൊരു വലിയ മണ്ടത്തരമായിപ്പോയി എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഇന്ന ജില്ല അപ്ലൈ ചെയ്യുന്നത് നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് കാണിച്ചു തരാൻ സാധിക്കും. അതായത് ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങൾ എങ്ങനെയാണ്, 2014 റാങ്ക് ലിസ്റ്റിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ള ഡേറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായൊരു തീരുമാനമെടുക്കാം ഏത് ജില്ല അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മുമ്പ് നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന ജില്ലയായിട്ട് തിരുവനന്തപുരം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം വളരെയധികം കുറവ് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇനിയും റാങ്ക് ലിസ്റ്റിൽ 1 വർഷം കാലാവധിയുണ്ട്. അപ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റിസർവേഷൻ ഇല്ലാത്തവർക്ക് ഏത് ജില്ല അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് 2014 റാങ്ക് ലിസ്റ്റിലും 2018 ഇപ്പോൾ ഉള്ള നിയമനങ്ങളും എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡേറ്റിൽ വരെ PSC സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡേറ്റയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് 2014 റാങ്ക് ലിസ്റ്റ് 2838 നിയമനങ്ങൾ മൊത്തത്തിൽ നടന്നു. ഇപ്പം 18 റാങ്ക് ലിസ്റ്റിൽ 864 നിയമനങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ 2014 റാങ്ക് ലിസ്റ്റിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ റാങ്ക് 271 വരെ എത്തി. ഓപ്പൺ കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ 1ാമത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, കേരള PSC റിസർവേഷൻ ആൻഡ് റൊട്ടേഷൻ ചാർട്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുമ്പം ലാസ്റ്റ് ഏത് റാങ്ക് വരെ നിയമനം നടന്നു എന്നുള്ളതാണ് ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുന്നത്. അപ്പോൾ 366 നിയമനങ്ങൾ നടന്നപ്പോൾ 271 തിരുവനന്തപുരം ജില്ല 2014 റാങ്ക് ലിസ്റ്റ് നിയമനം നടന്നപ്പം ഇപ്പോൾ 16 ഓപ്പൺ കോമ്പറ്റീഷൻ വരെ ആയിട്ടുള്ളൂ. മൊത്തം 36 അഡ്വൈസ് പോയിട്ടുള്ളൂ. ഈ 2014 ട്രെൻഡ് നോക്കി തിരുവനന്തപുരം അപ്ലൈ ചെയ്തവർക്കൊക്കെ പലർക്കും ഇപ്പോൾ ജോലി കിട്ടാതെ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. ഇനി റാങ്ക് ലിസ്റ്റ് 1.5 കൊല്ലം കാലാവധി ഉണ്ട്, അതിനുള്ളിൽ കൂടുതൽ നിയമനം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിതിൽ കളർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഗ്രീൻ എന്ന് പറയുന്നത് കൂടുതൽ എന്നുള്ള അർത്ഥത്തിലും, റെഡ് എന്നുള്ളത് കുറവെന്നുള്ള അർത്ഥത്തിലും, യെല്ലോ എന്നുള്ളത് മീഡിയം എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഈ 2014 ലിസ്റ്റിൽ ഏറ്റവും കുറവ് നിയമനം നടന്നിട്ടുള്ളത് വയനാടാണ്. അതായത് ടോട്ടൽ 47 അഡ്വൈസേ പോയിട്ടുള്ളൂ. ഓപ്പൺ കോമ്പറ്റീഷൻ 25 വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പം നിലവിൽ ഏറ്റവും കുറവ് നിയമനം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 29 അഡ്വൈസേ പോയിട്ടുള്ളൂ. 17ാമത്തെ റാങ്ക് വരെയുള്ള ഓപ്പൺ കോമ്പറ്റീഷന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ജില്ലയിൽ ഇതുവരെ എത്ര അഡ്വൈസുകൾ നടന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിയമനങ്ങൾ കൂടുതൽ നടക്കുമ്പോഴാണ് റിസർവേഷൻ ഇല്ലാത്തവർക്ക് ജോലി സാധ്യത കൂടുതൽ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജില്ല അപ്ലൈ ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ കരുതും പോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ജില്ലയും അപ്ലൈ ചെയ്യും. ജോലി കിട്ടിക്കഴിയുമ്പോഴായിരിക്കും അതിന് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരാൾ കോഴിക്കോടോ അല്ലെങ്കിൽ കാസർഗോഡോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ജില്ലയിൽ അയാൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ മിനിമം ഒരു 7-8 വർഷം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ അയാൾക്ക് സ്വന്തം ജില്ലയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം DRB റൂൾ പ്രകാരമാണ് നിങ്ങൾ ഡിസ്ട്രിക്ട് വൈഡ് ലിസ്റ്റുകളിൽ ജോയിൻ ചെയ്യുന്നത്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏത് ജില്ലയിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് സ്വന്തം ജില്ലയിലേക്ക് വരുന്നതിന് ആ ജില്ലയിൽ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ വരുന്നതിന് തടസ്സമില്ല. പക്ഷേ ഡിസ്ട്രിക്ട് വൈഡ് ലിസ്റ്റുകൾ DRB റൂൾ ഉള്ളതുകൊണ്ട് മിനിമം 5 വർഷം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അന്തർജില്ലാ ട്രാൻസ്ഫറിന് എലിജിബിൾ ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എലിജിബിൾ ആയാൽ പോലും നമ്മൾ സീനിയോറിറ്റി നഷ്ടപ്പെട്ട് മറ്റു ജില്ലയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഗ്രേഡ് 2 എന്നുള്ള സ്റ്റാഫ്നെസ് ഗ്രേഡ് 2 എന്നുള്ളതിൽ നിന്ന് ഗ്രേഡ് 1 ആകുമ്പോൾ മാത്രമേ നമുക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ നമ്മൾ നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് എപ്പോഴും കഴിവതും സ്വന്തം ജില്ല അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പം വൈഫിൻ്റെ ജില്ല ഏതാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജില്ല ഏതാണ് ആ ജില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തിരുവനന്തപുരത്ത് സെറ്റിലാവാനാണ് ആഗ്രഹമെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കോഴിക്കോടാണ് നിങ്ങളുടെ താല്പര്യം, ഫ്യൂച്ചറിൽ അവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ആലോചിച്ചു കൂടി വേണം നിങ്ങൾ ജില്ല തിരഞ്ഞെടുക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് ഞാനിതിവിടെ കട്ട് ചെയ്യുകയാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ഉൾപ്പെടുത്തി അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ആദ്യത്തെ പാർട്ടായിട്ട് ഇത് ചെയ്യും. അതിൻ്റെ ബാക്കിയായിട്ട് കാര്യങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവും.
അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോ കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള വീഡിയോ ഗ്രൂപ്പ് ലിങ്കുകളൊക്കെ ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.